ഹലോ ഹായ്. അപ്പോൾ നമ്മുടെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്പെഷ്യൽ അങ്ങനെ സ്പെഷ്യൽ അല്ല, നമ്മുടെ എല്ലാവരുടെയും കിങ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അല്ലേ? പാകിസ്ഥാനിൽ വേറെ കിങ് ഉണ്ട്. ബാക്കിയുള്ളവരുടെ കിങ് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയുടെ. അതെ, ഒന്നല്ല ജേഴ്സി നമ്പറായ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്, 12ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യലാണ്. കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് 7ഉം 10 നമുക്ക് വിട്ടുപോയി, പെട്ടെന്ന് ഓർത്തില്ല. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡാണ് പെട്ടെന്ന് ഇങ്ങനെ നോക്കി നമുക്ക് ഇതെങ്കിലും. അപ്പോൾ വിരാട് കോഹ്ലി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Kohli goes down the ground. Kohli goes out of the ground. Wow. This is a sensational hit from Virat Kohli. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്ന് നമ്മൾ പറയുന്നത് ഞായറാഴ്ച ഇന്ത്യ ശ്രീലങ്ക രണ്ടാമത്തെ ടെസ്റ്റ് തുടങ്ങി. ടോസ് ഇന്ത്യക്കാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം ടോസ് കിട്ടി ഇന്ത്യ ബാറ്റിംഗ് എടുത്ത് ഇന്ന് 85 ഓവർ കളി നടന്നു. വലിയ കാര്യമാണ്. കാരണം സാധാരണ ഇന്ത്യ 70 ആ ഒരു റേഞ്ച് എന്തെങ്കിലും മഴയൊന്നും വന്നില്ല. പക്ഷെ 5 ഓവർ ഇന്ത്യൻ ബാറ്റിൽ വന്നു. അപ്പോ 300 ഒതുക്കിയതല്ല, ഇനി 300 വരെ ആയി. 300 5 എന്ന നിലയിലാണ് കളി അവസാനിച്ചത്. ഇതിനിടയ്ക്ക് പന്തും ഇടയ്ക്ക് ഇഞ്ചുറി കൈകറിക്കൊണ്ട് ഏത് കൈയെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏത് കൈ കൊണ്ട് കൈക്കായി. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ദേവത് പടിക്കൽ സെഞ്ചുറി വെച്ചിരിക്കുകയാണ്. 2 മാച്ചസിലും സെഞ്ചുറി. അതെ, സായി സുദർശന് പകരം വന്നതാണ്. ഇനി ഉടനെ തന്നെ സായി സുദർശൻ പരിക്കം മാറി എന്നാൽ ആദ്യം പുറത്താകുന്ന നമുക്ക് പെർഫോമൻസ് ഇന്ത്യയിൽ ഇപ്പം മാൻഡേറ്ററി അല്ല. അതെ, കളിക്കാത്തവരെയാണ് ഇപ്പോൾ ടീം എടുക്കുന്നത് എന്ന് ജിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളിക്കാത്തവർക്കാണ് കൊടുക്കേണ്ടത്. അതാണ് ജിജി. അതുപോലെ നമ്മൾ എടുത്ത് പറയുന്നത് ശ്രീലങ്കയുടെ നമ്മൾ ഫെർണാണ്ടോ, ഇപ്പൊ ശ്രീലങ്കയുടെ പോലെ ഫെർണാണ്ടോ 3 വിക്കറ്റ്. അങ്ങനെ ജസ്റ്റ് കഴിഞ്ഞ ടെസ്റ്റ് നടന്നപ്പം ഇന്ത്യ 3 ദിവസം ബാറ്റ് ചെയ്തു. അപ്പൊ കുറെ പേര് പറഞ്ഞു എന്തിനാണ് 3 ദിവസം ബാറ്റ് ചെയ്ത് ഈ കളിയെ പെട്ടെന്ന്. രാഹുൽ പറഞ്ഞു. പക്ഷെ രാഹുൽ മാത്രമല്ല, ട്രോൾ ക്രിക്കറ്റ് മലയാളം അവരും പറഞ്ഞിട്ടുണ്ട് ഇവന്മാർ ഇതുവരെ ബാറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ. മറ്റേ ഇതുണ്ടല്ലോ, മിസ്റ്റർ ബീന്റെ ട്രോൾ ഉണ്ടല്ലോ, ആദ്യം ഫസ്റ്റ് ഡേ അവന്മാര് ബാറ്റ് ചെയ്യുന്നു, പിന്നെ മഴ, സെക്കൻഡ് ഡേ ബാറ്റ് ചെയ്യുന്നു, തേർഡ് ഡേയും ബാറ്റ് ചെയ്യുന്നു. പക്ഷെ ഇന്ത്യ നന്നായിട്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മാനസുധർ, നമ്മളിപ്പോ കുറെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ മാനസുധന്റെ ബോളിംഗ് നന്നായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു പുള്ളിക്കാരന്റെ ഒരു ആക്ഷന് ഒരു സാധാരണ ഒരു ട്രഡീഷൻ നമ്മൾ കാണുന്ന പോലത്തെ ഒരു സ്പെഷ്യൽ ഇതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ പണ്ടത്തെ ബോളർമാരൊക്കെ അവരുടെയൊക്കെ ഒരു ഫുൾ ബോഡി ചേഞ്ച് ചെയ്ത് അങ്ങനെ ടോപ്പ് സ്പിൻ ചെയ്ത് അശ്വിനും പറഞ്ഞിരുന്നു. ഈ അശ്വിനൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു ബാക്കി എല്ലാവരും സ്പീഡ് നോക്കുമ്പോൾ ടോപ്പ് സ്പിൻ, ഓവർ സ്പിൻ, സ്പിന്ന് കൂട്ടി എറിയാണ്. അതുകൊണ്ട് വരുന്ന ബോൾ സ്ലോ ചെയ്യും, പക്ഷെ പെട്ടെന്ന് ചെയ്തു. അപ്പൊ ഓസ്ട്രേലിയ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇത്ര നേരം എടുത്തതിൽ 4 മിനിറ്റ് ആയപ്പോൾ കട്ടായി. അതെ, കുറെ പറഞ്ഞ കാര്യങ്ങൾ. അതെ, നമ്മുടെ വീഡിയോ ഏകദേശം തീർന്നായിരുന്നു. അതെ, നമ്മൾ ഇത്രയും ഇരുന്ന് തള്ളിയ കാര്യങ്ങൾ എല്ലാം പോയി. ഇതൊന്നും ആദ്യമായിട്ടില്ല, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട് ഈ സാധനം. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിരിക്കുന്നത്. അതെ, നമുക്ക് കാണാം റെക്കോർഡിംഗ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് സഹായിക്കുക. അതെ, കാരണം നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ വീഡിയോ ക്ലോസ് ലാസ്റ്റ് അപ്പോഴാണ് ഒരു കോള് വന്നപ്പോൾ പ്രിന്റ് ടോൺ കേട്ടു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് വീഡിയോ കട്ടായി എന്നുള്ളത്. പക്ഷെ ബാക്കി 4 മിനിറ്റ് കിട്ടി, ബാക്കി 15 മിനിറ്റ് പോയി. മാനസുധന്റെ കാര്യം നമ്മൾ അവസാനം പറഞ്ഞു. അപ്പൊ മാനസുധന്റെ ബോളിംഗ് ബാക്ക് ടു ഇന്ത്യ ശ്രീലങ്ക. അപ്പൊ അങ്ങനെ അതായിരുന്നു ബാക്ക് ടു എന്ന് പറയാൻ ആക്ച്വലി കണ്ടന്റ് തീർന്നു പറഞ്ഞത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ICC വരെ ഞെട്ടിയ, ലോക ക്രിക്കറ്റ് വരെ ഞെട്ടിയ ഒരു ഗെയിമായിരുന്നു. കാരണം അമ്മാതിരി കളി പാകിസ്ഥാൻ പോലും ജയിച്ചിട്ടില്ല. അധികം ടീം ശ്രീലങ്ക ജയിച്ചിട്ടില്ല അവിടെ. അതെ, ഇതാക്കുന്നു. അല്ല, പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ടല്ലേ, ശ്രീലങ്കയാണ് ജയിക്കാത്തത്. സോറി, പാകിസ്ഥാൻ ജയിച്ചു, ശ്രീലങ്ക ജയിച്ചിട്ടില്ല. അങ്ങനെ അവസാനം രണ്ടാമത്തെ ടെസ്റ്റ് വന്നു. ഇതിനൊക്കെ ഇനിയും അടിപൊളിയായിട്ട് ഇന്നിങ്സ് ജയിക്കുമെന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് വരുന്നു. അവസാനം ജയിച്ചു. അതും ഇന്നിങ്സ് 51 റൺസിനാണ് ജയിച്ചത്. മൈറ്റി ഓസീസ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 64 ഔട്ടായി. 48 അല്ല, അതിൽ 36 എന്തോ 7 ഓൾ ഔട്ട് ആയെങ്കിൽ മോസ്റ്റ് ലോസ്റ്റ് ടോട്ടൽ ഇന്ത്യ 36. സോറി, സെക്കൻഡ് ആവുമായിരുന്നു. അല്ല, അതിനൊക്കെ ആൾക്കാരുണ്ട് അവിടെ. ലോസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട്. 64 എന്ന ഒരു
സ്കോർ ഏകപ്പെട്ട സ്കോർ എന്ന് പറയാൻ പറ്റില്ല. അതെ അതെ. അപ്പം മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയ വളരെ മികച്ച നിലയിലായിരുന്നു. 153 വരെ 2 അങ്ങനെ വരെ ആയിരുന്നു അവസാനം. അതിനുശേഷം ചെറുപറ വിക്കറ്റ് പോയി 210 കളി. അതെ. എന്നിട്ട് അതിന്റെ കോൺഫിഡൻസിൽ കാരണം വൻ കമ്പാക്കായിരുന്നു. അതെ അതെ. കാരണം 150 2 അതെ. പിന്നെ ഒരു 60 റണ്ണിനകത്ത് ബാക്കി 8 വിക്കറ്റ് വീഴ്ത്തണമെങ്കിൽ അത്രയും ഇത് തന്നെയാണ് ആ ടീം. ഈ കമ്പാക്കിൽ ഉറച്ചു വന്ന ബംഗ്ലാദേശ് 94 ഓസ്ട്രേലിയ എറിഞ്ഞിടുന്നു. അതെ. അപ്പൊ തന്നെ മിച്ചൽ സർക്കിന് 6 വിക്കറ്റ് കണ്ട് ഫസ്റ്റ് ഇന്നിംഗ്സിൽ 6 വിക്കറ്റ്, സെക്കൻഡ് ഇന്നിംഗ്സ് 4 വിക്കറ്റ്, അങ്ങനെ 10 വിക്കറ്റ് ആയിരുന്നു. ഫസ്റ്റ് ഇന്നിംഗ്സ് 12 റണ്ണ് 6 വിക്കറ്റ്. സത്യം. അങ്ങനെ 1-1 സമനിലയിൽ അതെ ഓസ്ട്രേലിയ സീരീസ് എൻഡ് ചെയ്തിരിക്കുകയാണ്. അതെ. ഓസ്ട്രേലിയ തന്നെയാണ് ഫസ്റ്റ്. സ്വാഭാവികം. ഇനി എത്ര അതെ 1 പോയിന്റും കയറിയിട്ടുണ്ട്. കാണണം. എനിക്ക് തോന്നുന്നു ഇനി 12 പോയിന്റോടെ എത്രയെങ്കിലും കിട്ടി കാണും. 12-4 കിട്ടി കാണണം. 6 മാച്ചസും കൂടെ ഇനി ജയിച്ചാൽ മതിയെന്ന് തോന്നുന്നു അല്ലെ? ഇപ്പോഴത്തെ സെനിയറിൽ ക്വാളിഫൈഡ് ആണ്. 6 കൂടെ നോക്കിയ ടോപ്പ് ഫസ്റ്റ് പൊസിഷന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇന്ത്യക്ക് കയറണമെങ്കിൽ BGT ആണ് മെയിൻ. 5 കളിയുണ്ട്. കാരണം BGT മിനിമം 4 കളി ഇപ്പോഴത്തെ ഒരു ഇതിൽ ജയിക്കണം. കാരണം ന്യൂസിലാൻഡ് നമുക്ക് വലിയ പ്രതീക്ഷയില്ല. അത് ന്യൂസിലാൻഡ് വെച്ച് അതെ. അപ്പൊ ന്യൂസിലാൻഡ് ജയിക്കട്ടെ, സീരീസ് ശ്രീലങ്ക സീരീസ് ജയിക്കട്ടെ, ന്യൂസിലാൻഡിൽ സീരീസ് ജയിക്കട്ടെ. എന്നിട്ട് 5-0 ഒന്നും വേണ്ട, ഒരു 3-2 3-1 ജയിച്ച 5-0 ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. നമ്മള് ഇന്ത്യ അതല്ല ജയിക്കും. ജയിച്ചാൽ നമുക്ക് സന്തോഷം. തേങ്ങ അടിച്ചെങ്കിൽ ജയിപ്പിക്കാൻ നോക്കും. അതെ. ജി ആറ്റം ബോംബ് പറഞ്ഞു. പിന്നെ അടുത്ത പറയാനുള്ളത് ഏതായിരുന്നു? ഒരേ ഒരു ഓജിയായ പാകിസ്ഥാന്റെ അതിലൊരു പാകിസ്ഥാൻ ടൂർ ഇംഗ്ലണ്ട്, അതിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയുന്നത്. അതിന് സീരീസിന് മുമ്പ് നമ്മുടെ സ്റ്റേറ്റ് ബ്രോഡ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വളരെ മോശപ്പെട്ട ഒരു കളി അതപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലും അതപ്പതിച്ചൊരു ടീമാണ് പാകിസ്ഥാൻ. ടെസ്റ്റിലാണ്. എല്ലാത്തിനും കണക്കില്ല. T20 അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്നാലും ഈ ലെവലാണ് പാകിസ്ഥാൻ. നല്ല പഴയ ആ ഒരു ടെസ്റ്റിന്റെ ഗാംഭീര്യമൊക്കെ ഒന്ന് ഇച്ചിരി കുറഞ്ഞു. നന്നായിട്ട് കുറഞ്ഞു. അതെ. അപ്പോ പറഞ്ഞത് ഇവരോട് തോറ്റാ പിന്നെ ഇതിലും ഗതികെട്ട ടീം ഇംഗ്ലണ്ടിനേക്കാൾ വേറെ ടീം കാണത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇത്. പക്ഷെ ഇംഗ്ലണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇഷ്ടപ്പെട്ടു. പാകിസ്ഥാൻ അങ്ങ് ആഞ്ഞടിച്ച് അതെ കംബാക്ക് ആയിരുന്നു. പിന്നെ നമ്മളെ റിസ്വാന്റെ ഒരു അതെ തമ്പാക്ക് പോലെയായിരുന്നു. അതെ തമ്പാക്കായി 103 റൺസിനാണ് അതെ തോറ്റത്. ഇന്നിങ്സ് തോൽക്കുകയായിരുന്നു. അതെ. നമ്മൾ സ്കോർ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ 171 ഫസ്റ്റ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് 409 എടുത്ത് നമ്മുടെ ജോ റൂട്ട് വീണ്ടും ഒരു അവസരം എടുത്ത് സച്ചിന്റെ റെക്കോർഡ്സിന് അടുത്തായി. 3 സച്ചിന്റെ റെക്കോർഡ് മറികടക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ള അത് കഴിഞ്ഞിട്ട് 135 റൺസിൽ പാകിസ്ഥാൻ ആൾ ഔട്ടായി. ഹാരി ബ്രൂക്സ് 90 സെഞ്ചുറി എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇതായി. പിന്നെ അതിൽ ഏറ്റവും തമാശയല്ല സംഭവം റോബിൻസണും ജോഷ് ടംഗനും 5 വിക്കറ്റ് കിട്ടും. അപ്പൊ 5 വിക്കറ്റ് കിട്ടിയാൽ ബോൾ കൊടുക്കണം. അതെ. ആ സന്തോഷത്തിന് 2 ബോൾ കിട്ടില്ലല്ലോ. അതെ. അതുകൊണ്ട് ഒരു ബോൾ മുറിച്ച് ഒരു പകുതി പകുതി ആ ഒരു സ്പിരിറ്റിന് അത് വളരെ മികച്ചൊരു കാര്യം തന്നെ. നമ്മൾ ചിന്തിക്കാത്ത കാര്യമുണ്ട്. നമ്മളൊരു ചിന്തിച്ചിട്ടില്ല. ഞാൻ വെച്ചത് ആദ്യം മറ്റൊരു ഇത് ചെയ്യുമല്ലോ, ബോള് മാറ്റുമല്ലോ ഇത്രയും കഴിയും. ഞാൻ പഴയ ബോളരാക്കും പുതിയ ബോളരാക്കും. അത് പാകിസ്ഥാനും നോക്കണ്ടേ. അതെ. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലണ്ടിൽ ഓരോ പ്ലെയറിനെ വെച്ച് നോക്കുമ്പോൾ കളിക്കുന്നുണ്ട് ടെസ്റ്റ്. പക്ഷെ ടീം വൈസ് നോക്കുമ്പോൾ കളി പോകുന്നു. അതാണ് ആ ടീമിന്റെ പുതിയ കോച്ച് വരുന്നു. ചെന്നൈയുടെ സ്വന്തം IPL ടെസ്റ്റ് കളിച്ച് അങ്ങനെ വന്ന ടീം ഒരിക്കലും അതെ ടെസ്റ്റില് അവർ ടെസ്റ്റിന്റെ രീതിക്കും കളിച്ച് 400 റൺ അടിച്ചു. പിന്നെ എനിക്ക് ഇനി നോക്കാനുള്ളത് ഇനിയുള്ള കുറച്ചുകൂടി നല്ല ടീം, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ന്യൂസിലാൻഡ് എടുത്തോണ്ട് ഇതുപോലൊക്കെ ടീമിനോട് കളിക്കുമ്പോൾ നമുക്കറിയാം. പാകിസ്ഥാൻ നേരത്തെ സ്റ്റേറ്റ് ബ്രോഡ് പറഞ്ഞു ഇതിലും ഗതികെട്ട ടീമിനോടൊക്കെ തോറ്റ നീ ഒന്നും കളിക്കണ്ട. പിന്നെ ഇനി അടുത്ത ആഷസ് വരാൻ പോകുന്നു. അടുത്ത WTCക്ക് മുമ്പ് ആഷസ് ഉണ്ട്. പിന്നെ അടുത്തുള്ള നമ്മുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ നമ്മുടെ യൂറോപ്യൻ സി ഗ്രൂപ്പില് പോർച്ചുഗൽ ജയിച്ചിരിക്കുകയാണ്. അതെ, കൺഗ്രാജുലേഷൻസ് പോർച്ചുഗൽ. അത് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെ സ്വന്തം രാജ്യമായ സ്വന്തം രാജ്യമായ പോർച്ചുഗലിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മുൻ ഓസ്ട്രേലിയൻ താരം. അതെ അതെ അല്ലെ ഹെൻഡ്രിക്സ് ആയിരുന്നു. ഹെൻഡ്രിക്സ് ആണ് ക്യാപ്റ്റൻ ആയിരുന്നത് പോർച്ചുഗലിന്റെ. കഴിഞ്ഞ 10 വർഷത്തോളം 2015 വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നല്ലേ?
കുറെ വർഷം കളിച്ചിട്ടും നേടാത്ത കാര്യം പോർച്ചുഗലിൽ നിന്ന് നേടിയിട്ടുണ്ട് സെഞ്ചുറി. ഇതിന് മുമ്പ് ഫൈനൽ തൊട്ട് മുമ്പത്തെ മത്സരത്തിലാണെന്ന് തോന്നുന്നു 113 റൺസ് വൺ ഡൗൺ ഇറങ്ങിയിട്ടാണ് 113 റൺസ് അടിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ സെഞ്ചുറി അടിച്ചു. അങ്ങനെ ക്യാപ്റ്റനായിട്ട് ആദ്യം ട്രോഫിയും പൊക്കി. അങ്ങനെ വളരെ മികച്ച രീതിയിലാണ് പുള്ളിക്കാരൻ പോകുന്നത്. അങ്ങനെ ഈ ടീം അഭിമാന നിമിഷമാണ് ഈ ടീം ആദ്യമായിട്ടാണ് ഓടി കളിക്കാൻ പോകുന്നത്, വേൾഡ് കപ്പിൽ ഓടി കളിക്കാൻ പോകുന്നത്. അങ്ങനെ വളരെ മികച്ച ഒരു ഭയങ്കര തുടക്കം തന്നെയാണ്. വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അതിന് പുതിയ ടീമുകൾ വരട്ടെ, ICC വളരട്ടെ. അതെ ക്രിക്കറ്റ് വളരട്ടെ, എല്ലാവരും കിട്ടാതിരിക്കട്ടെ, എല്ലാവരും നമുക്ക് പൈസ കിട്ടട്ടെ. പക്ഷെ എല്ലാരും അവിടുത്തെ ആൾക്കാരെ കളിച്ചാൽ കുറച്ചും കൂടെ സന്തോഷമായിരുന്നു. അതെ, നമ്മളിപ്പോ പാൻ ഇന്ത്യ. അതെ നമ്മളന്ന് ഏതായിരുന്നു പനാമി. അതെ, പനാമയും ബ്രസീലിന്റെ കളി നോക്കിയാൽ മറ്റേ വിദർഭ രഞ്ജി ടീം പോലെയാണ് ഇരുന്നത്, സൗരാഷ്ട്ര ടീം പോലെയാണ് ഇരുന്നത്. അത്ര ഇന്ത്യക്കാര്. ഇതൊക്കെയാണ് ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്നത്. ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്, നമ്മൾ അടുത്തത് നമ്മുടെ നിങ്ങൾ എത്ര F1 ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിടാം. നമ്മളധികം അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളില്ല. ഇപ്പം നെതർലാൻഡ്സിൽ ഇന്നാണെന്ന് തോന്നുന്നു മാച്ച് നടക്കുന്നുണ്ട്. മാച്ചല്ല, സോറി, റേസ് നടക്കുന്നുണ്ട്. മാക്സ് വെർസ്റ്റാപ്പൻ 7ാം സ്ഥാനത്ത്, ലൂയിസ് ഹാമിൽട്ടൺ പോൾ പൊസിഷനിൽ നിൽക്കുന്നു. അങ്ങനെ ഇപ്പം ഗംഭീരമായിട്ട് നെതർലാൻഡ്സിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർലോസ് സൈൻസ് നമ്മുടെ വില്യംസ് ടീമിന്റെ മൾട്ടി ഇയർ കോൺട്രാക്റ്റിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി നടക്കുന്ന സാധനം ഡൽഹി പ്രീമിയർ ലീഗിൽ സംഭവം നടന്നായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എത്ര ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. കാരണം ഒരാൾ പെട്ടെന്ന് വലിയൊരു ടീമിൽ കയറി വന്നു, ഒരു അൺയൂഷ്വൽ ബാറ്റിംഗ് സ്റ്റൈൽ. നമ്മൾ വിചാരിച്ചു ഓക്കെ എല്ലാവർക്കും സ്റ്റൈലായിരിക്കും. പുള്ളിക്കാരന്റെ ബാറ്റ്സിംഗ് കണ്ടത് ഇപ്പൊ 6 പോകുന്നു. പക്ഷെ കണ്ടംകളിലെ കാറ്റടി പോലെയാണ്, കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കൊള്ളുന്ന ബോളെല്ലാം അടുത്ത ഫീൽഡറിന്റെ ചെയ്തു. ഈ പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്നവർ പറഞ്ഞതാണ്, ഡൽഹിയിലുള്ളവരൊക്കെ ഉള്ളവരല്ല കാണുന്നവർ പറഞ്ഞു, ഇങ്ങനൊരു കളിക്കാരനെ ഓപ്ഷനെ കണ്ടിട്ടില്ലായിരുന്നു. നെറ്റ്സിലും കണ്ടിട്ടില്ല, ട്രയൽസിലും കണ്ടിട്ടില്ല. ഞാൻ അവസാനം ഇവരൊക്കെ തപ്പിപ്പിടിച്ച് പോയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പുള്ളിക്കാരൻ ഇന്നേ വരെ ഒരു ഡിവിഷനിൽ കളിച്ചിട്ടില്ല, അക്കാഡമി പോലും കളിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ഓർമ്മ ഇതേപോലെ സെയിം ഇൻസിഡന്റ് വേറൊരിടത്ത് നടന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ വിളയിൽ കളിക്കുമ്പോൾ ബാറ്റും ബോളായിട്ടൊരു ചേട്ടൻ വരും. ആ ചേട്ടൻ തന്നെ ആയിരിക്കും ബാറ്റിങ്ങും ബോളിക്കും. അതെ, നമുക്ക് ചോദിക്കാനില്ല, കാരണം എന്തിനും പറയാൻ ചേട്ടൻ ബാറ്റും കൊണ്ടൊക്കെ പോകും. എത്ര വേണം നമ്മുടെ ഇന്നത്തെ ഒരു അതെ, ഈ ആഴ്ച ഇത്രയൊക്കെ നടന്നിട്ടുള്ളൂ എന്നൊക്കെയാണ് കഴിഞ്ഞിട്ടതും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെ ഈ ആഴ്ച മെയിനായിട്ട് ഇതൊക്കെ നടന്നിട്ടുള്ളൂ. പോഡ്കാസ്റ്റില്, നമ്മുടെ ക്രിക്കറ്റില്, സ്പോർട്സില് നമ്മുടെ കുറെ കാലത്തിന് ശേഷം നമ്മുടെ ഒരു ഷോർട്സ് എല്ലാവർക്കും നന്ദിയുണ്ട്, കണ്ടതിൽ നന്ദിയുണ്ട്. അതുപോലെ അത് തന്നെ നമ്മുടെ ഇടയ്ക്ക് ചില അൽഗോരിതം ഇച്ചിരി പ്രശ്നമായിരുന്നു. പക്ഷെ ഈ ഓണം ശരിക്കും തൂക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഓണം വരുവാണ്, മറ്റന്നാൾ ഓണം. അതെ, അപ്പൊ നിങ്ങൾക്കിപ്പോ ഓണത്തിന് സ്വാഭാവികമായിട്ടും പൂവെടുക്കണം, പൂവിന് സ്വാഭാവികമായിട്ടും പോകണം. മാർക്കറ്റിൽ പോകും, അല്ലെങ്കിൽ ഭയങ്കര വിലയായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പൊ ചാലിലൊക്കെ പോവാണെങ്കിൽ അടുക്കാൻ പറ്റില്ല, രാവിലെയൊക്കെ തന്നെ ആൾക്കാർ മേടിച്ചുകൊണ്ടു. അപ്പൊ നിങ്ങൾക്ക് പൂ വേണമെങ്കിൽ ഇത് മെയിനായിട്ട് നമ്മളെ കണ്ണൂർ സ്ഥലത്താണ്, കണ്ണൂർ ഭാഗത്തുള്ള ആർക്കാണെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. പൂക്കളം.സ്റ്റോർ എന്ന് പറയുന്നത് ഓൺലൈൻ സ്റ്റോറാണ്. ഈ QR നിങ്ങൾ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ പേജിലോട്ട് എത്തും. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂക്കൾ അതൊന്നും എടുക്കാം. അത്യാവശ്യം നല്ലൊരു റേറ്റ് തന്നെയാണ്. അത് നമുക്ക് കസ്റ്റമർ എത്ര വേണം എന്നുള്ളത്, എത്ര ഗ്രാം വേണം കറക്റ്റ് ആയിട്ട് ഹോം ഡെലിവറി ഉണ്ട്. അതെ, അപ്പൊ നിങ്ങൾ നേരത്തെ അറിയിക്കുകയാണെങ്കിൽ, തിരുവോണത്തിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ അറിയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഓണത്തിനാണെങ്കിലും നേരത്തെ അറിയിക്കുകയാണെങ്കിൽ കണ്ണൂരിൽ എവിടെയാണെങ്കിലും ഡെലിവറി ആവുന്നതായിരിക്കും. പിന്നെ നമ്മുടെ TOTR 20 അടിച്ചാൽ അതെ വർക്കാവില്ല, ഡിസ്കൗണ്ട് ഒന്നും കിട്ടുന്നില്ല. ചിലപ്പോൾ 100 രൂപ അങ്ങോട്ട് കൊടുക്കും. ചിലപ്പോൾ അതാണ് നീ എന്തിനു അടിച്ചെന്ന് പറഞ്ഞ് ചിലപ്പോൾ 100 രൂപ. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും അടിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുക. പൂ അങ്ങനെ അർജന്റ് ആയിട്ട് ആവശ്യമുള്ളവർ ഇത് ചെക്കൗട്ട് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങൾ, ബാക്കിയുള്ള 13 ജില്ലകളിൽ മേ ബി അടുത്ത വർഷം ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് ആണ്. പെട്ടെന്നൊന്നൊരു ഐഡിയ കൊണ്ടുപോയതാണ്. അപ്പൊ അടുത്തൊരു ഇതില് കേരളത്തിൽ മൊത്തം അതെ വിപുലീകരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു അതാണ്. അപ്പം പ്രോഗ്രാമാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പൂ അങ്ങനെ ആവശ്യം മെയിൻലി കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് മെയിൻലി ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. സ്കാൻ ചെയ്ത് ചെക്കൗട്ട് ചെയ്യുക, പൈസ കൊടുത്ത് സാധനം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെ, അപ്പൊ ഇത് സ്പോൺസർഡ് അല്ല കേട്ടോ, അതെ സ്പോൺസർ അല്ല, നമ്മുടെ സ്വന്തം ആളായ തന്നെയാണ്. അപ്പം ആവശ്യമുള്ള ചെക്കൗട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ QR ഈ പേജിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, ഈ 10 ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയും കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക, നമ്മൾ അതും പറയുന്നതായിരിക്കും.
കൂടി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ നമസ്കാരം. ബൈ. ഹാപ്പി. ഹാപ്പി ആണ്. ബൈ.